യോധയില് ജഗതി ട്രെയിൻ ചെയ്യില്ലേ, മറ്റേ ഉരുള് കമൽ, അങ്ങനെ ഒരു മറ്റേ റോൾസും പരിപാടിയും എല്ലാം ചെയ്തു. ആക്ടറിന് മാത്രമായിട്ട് അറിയിച്ചെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര ഔദാര്യം പറ്റി ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ് ആക്ടേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ഏതൊരു ആക്ടറിനും ഏതൊരു മാർക്കറ്റുള്ള നടനും ലാസ്റ്റ് പടം നിങ്ങൾ വർക്കായോ എന്ന് നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് ഓഫ് മണി ഉണ്ട്. എക്സ്ക്ലൂസിവിറ്റിയാണ് ഒരു ആക്ടർ കീപ്പ് ചെയ്യേണ്ട ഒരു സാധനം. എനിക്കൊന്നും എക്സ്ക്ലൂസിവിറ്റി ഇല്ലാതെ ഇപ്പം അംഗീകരിക്കപ്പെടുന്ന എനിക്ക് ലാലേട്ടൻ മാത്രമേ ഉള്ളൂ. ലാലേട്ടൻ എല്ലാ ആഴ്ച നമ്മുടെ അടുത്ത് വരും, പക്ഷെ ലാലേട്ടനെ മടിക്കില്ല. അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ. ഇതിനകത്തുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു സ്റ്റേജ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ പോയി ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലല്ലോ നമ്മൾ ബീങ് എ സ്ട്രഗ്ലിംഗ് ആക്ടർ. അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റില്ല. ടീമുള്ളത് സിനിമയിൽ ഭയങ്കര നല്ലതാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ഗ്യാങ് എന്നല്ല ഞാൻ പറഞ്ഞൊരു ടീം ഇസ് ഡിഫറെന്റ്. ടീം എന്നുണ്ടാകുമ്പോൾ എന്ന് വെച്ചാൽ അത്രയും ഇത് ഒരു ബ്രെയിൻ വർക്ക് ചെയ്യേണ്ട ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ബ്രെയിൻ വർക്ക് ചെയ്യേണ്ടതല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കൂട്ടം ആൾക്കാർ വർക്ക് ചെയ്യണം, എന്നാലേ ആ സിനിമ നന്നാവത്തുള്ളൂ. ചിലതിൽ എൻ്റെത് മോശമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് അവർക്കത് വർക്കായില്ല, ദാറ്റ്സ് ഫൈൻ. ചിലവർക്ക് വർക്ക് ആവുന്നുണ്ടാവും, അത് ഓക്കെ. ഏതൊരു ആക്ടറിൻ്റെ അടുത്ത് ചോദിച്ചാലും ഭയങ്കരമായിട്ടുള്ള സെൽഫ് ലവ് ഉണ്ടാവും. അതില്ലെങ്കിൽ ആക്ടറിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല പല പോയിന്റുകളിൽ. അൺപാക്ക് ആൻഡ് കണക്റ്റഡ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രഞ്ജിത്ത് ശേഖറാണ്. നമസ്കാരം. നമസ്കാരം. എക്കോ എന്ന സിനിമ അത് വളരെ വിജയകരമായിരുന്നു. ആ സിനിമയിലെ രഞ്ജിത്ത് ചെയ്ത കഥാപാത്രം കണ്ടപ്പോൾ എനിക്ക് ആദ്യം ദേഷ്യം തോന്നി. എന്തിനാണ് ഞങ്ങളുടെ പിയൂസിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്, ബുള്ളി ചെയ്യുന്നത്, പാവം അതെവിടെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നീട് കഥ തിരിയുന്നുണ്ട്. ആ സിനിമയ്ക്ക് വേണ്ടി എടുത്തൊരു തയ്യാറെടുപ്പുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ കഥാപാത്രം വർക്കായോ? ഓഡിയൻസ് ഒക്കെ എന്തായിരുന്നു പറഞ്ഞത്? ഓഡിയൻസ് ഇതെങ്ങനെയാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇതൊരു ഒറിജിനലാണ്. ഇതിന് മുന്നേ ഇങ്ങനത്തെ ഒരു പടം കണ്ടിട്ടില്ല നമ്മൾ. അപ്പം ഇതിനകത്തൊരു ക്ലൈമാക്സ് പോർഷൻസിൽ കുറേ കാര്യം കാണിക്കുന്നില്ല. അപ്പം അത് വിഷ്വലി കാണിക്കാതെ ഇത് വർക്ക് ആകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വായിക്കുമ്പോൾ അറിയാം, വായിച്ച സമയം മുതൽ അറിയാം ഇത് ഒറിജിനലാണ്, ഭയങ്കര ഒറിജിനലാണ്. ഇതിനൊരു ഇപ്പം നിങ്ങൾ സിനിമ കാണാനുണ്ടാവുന്ന ആ കിക്ക് തന്നെ നമുക്ക് ഫസ്റ്റ് ടൈം എഴുതുമ്പോൾ തന്നെ കിട്ടും. കാരണം വിഷ്വലിലാണ് ബാബുജി എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് കാണാം എല്ലാം, ആ പ്രദേശവും ആൾക്കാരും എങ്ങനെ പെരുമാറുന്നു എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഒൺലി തിങ് ഇസ് ആൾക്കാർ ഇത്രയും വലുതായോ, ഇത്രയും പ്രോഗ്രസ്ഡ് ആയോ, ഇത് ഇത്രയും മതിയോ, ഇത് കാണിക്കണോ എന്നുള്ളത്. കാണിക്കണ്ട എന്നുള്ളത് തന്നെയാണ് പേഴ്സണൽ അഭിപ്രായം. പക്ഷേ ഒരു കൊമേഴ്ഷ്യൽ പോയിന്റ് നിന്ന് ആലോചിക്കില്ലേ, കുറച്ചുകൂടെ ആൾക്കാർ കയറണം എന്ന് ആലോചിക്കത്തില്ലേ. അപ്പം അത് മതിയോ എന്നുള്ളതായിരുന്നു എൻ്റെ ഡൗട്ട്. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഓഡിയൻസ് ഭയങ്കരമായിട്ട് പ്രോഗ്രസ്ഡ് ആയിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായത്. ഓക്കെ, ഇത് ഓഡിയൻസ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അവർക്ക് ഇത്രയും ഇപ്പം പലപ്പോഴും ചില ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ടാവും ഇതിന് ഫൈനൽ വ്യൂ ഫൈനൽ വിഷ്വൽസ് കാണിക്കണമായിരുന്നു. അപ്പൊ അവരെ കോൺഫിഡൻറ്റ് ഇവര് ആര് പറഞ്ഞു അത് കാണിച്ചാൽ അത് ബ്യൂട്ടി പോയില്ലേ എന്ന് പറഞ്ഞ് ഇതിന്റെ കുറെ തർക്കങ്ങളുണ്ട്, ഡിസ്കഷൻസ് ഉണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. ഓക്കെ, നമ്മൾ വിചാരിച്ചൊരു സാധനം വരുന്നുണ്ടല്ലോ, ഓഡിയൻസ് അത്രയും പ്രോഗ്രസ്ഡ് ആയല്ലോ എന്നുള്ളതുണ്ട്. ആ റോപ്പിൽ കെട്ടി ഇറങ്ങുന്ന സീനൊക്കെ ഉണ്ട്. നമുക്ക് സിനിമയെ കുറിച്ച് സംസാരിക്കായിരിക്കുമല്ലോ. അപ്പം അതിനുള്ളിലുണ്ടാവുന്ന ഫൈറ്റ് സീനുകളുണ്ട്, വെള്ളത്തിലുണ്ട്, ചെളിയിൽ ചതുപ്പിൽ ചവിട്ടുന്നതുണ്ട്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. പാമ്പ് വരുന്ന സീനുകളുണ്ട്. ഇത്തരം ഒരു കഥാപാത്രത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ മാനസികമായി ശാരീരികമായും ഒക്കെ തയ്യാറെടുക്കേണ്ടതുണ്ടല്ലോ. അത്രയും പ്രദേശം, ആ ടെറൈൻ അങ്ങനെയായിട്ടുള്ള ഒരു ഇതാണല്ലോ. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയായിരുന്നു? പ്രദേശം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്തായിരിക്കും പോയി ഷൂട്ട് ചെയ്യുന്നത്. ബീയിങ് ആൻ ആക്ടർ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, അവിടെ എന്ത് ചെയ്യാൻ പറഞ്ഞാലും നമ്മൾ ചെയ്യാൻ റെഡി ആയിരിക്കണം. ഒൺലി തിങ് ഇസ് ഞാൻ കൂടെ അഭിനയിക്കുന്ന സന്ദീപാണ്. സന്ദീപ് ആലപ്പുഴ ജിംഖാന പടക്കളവും കഴിഞ്ഞ് ഓൾറെഡി ഫൈറ്റ് പരിപാടി കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിയായിട്ട് അടിച്ചടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു എൻഡുറൻസ്, ഒരു അജിലിറ്റി കുറച്ച് കൂട്ടണം എന്നുള്ളതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തു. ഒരു 5-6 days APNs എന്ന് പറഞ്ഞ കൊച്ചിയിലൊരു ടീമുണ്ട്. അവർ എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. മറ്റേ യോധയില് ജഗതി ട്രെയിൻ ചെയ്യില്ലേ, മറ്റേ ഉരുള് കമൽ, അങ്ങനെ ഒരു മറ്റേ റോൾസും പരിപാടിയും എല്ലാം ചെയ്തു. അവർ തന്നെയാണ് നമ്മുടെ കുറിവ് ചെയ്തിരിക്കുന്നത്. ശ്രാവൺ മാസ്റ്ററാണ് കുറിവ് ചെയ്തിരിക്കുന്നത്. ഈ ഞാനും സന്ദീപും ഫൈറ്റിനുള്ള സാധനവും പ്ലസ് എനിക്കൊരു പരിക്ക് പറ്റുന്നതും സന്ദീപിന്റെ ഡയലോഗില്ലേ, മോണോലോഗ്, ഇതെല്ലാം 1 day ആണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് 1 day ബിഫോർ 5 ഷൂട്ട് ചെയ്യാനായിട്ടുള്ള റീസൺ എനിക്ക് ആ 5 days ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് അടിച്ചടിച്ച് നിൽക്കാൻ പറ്റിയത്. ഞാൻ എവിടെയെങ്കിലും താഴെ പോരുന്നെങ്കിൽ ബാക്കി എല്ലാവരും ഓക്കെയാ, ബാക്കി എല്ലാവരും റാപ്പ് ആൻഡ് റണ്ണിങ്ങാ, ഞാൻ താഴെ പോരുത് എന്നുള്ളത് കൊണ്ട് ആ പ്രിപ്പറേഷൻ എന്നെ ഹെൽപ്പ് ചെയ്തു ആ ഒരു 1 day ഷൂട്ട് തീർക്കാൻ.
സന്ദീപിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇപ്പം സന്ദീപിന്റെ പടക്കളം ആണെങ്കിലും എക്കോ ആണെങ്കിലും ഒക്കെ വരുന്ന സമയത്ത് ആളുകൾ പറയുന്നുണ്ട് മലയാള സിനിമയിൽ സന്ദീപിന് ഒരു കിഡിലും പെർഫോമൻസ് ആയിരിക്കും, ഒരു മറ്റ് നടന്മാരൊക്കെ ചിലപ്പോൾ മാറി നിൽക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് വരാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം സന്ദീപായിട്ട് കുറെ കോമ്പിനേഷൻ സീൻസ് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിനയം അതെങ്ങനെയായിരുന്നു തോന്നിയത്? ഭയങ്കര അത്ഭുതകരമായ അഭിനയം എന്ന് വെച്ചാൽ, ഞാൻ അത്ഭുതകരമായ അഭിനയം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊരു സീനുണ്ട്, എനിക്ക് പരിക്ക് പറ്റുന്ന സമയത്ത് പുള്ളി ഒരു 5 മിനിറ്റ് ചോദിക്കുന്ന ഒരു സീനുണ്ട്. ഈ 5 മിനിറ്റ് ചോദിക്കുന്നതിന് മുന്നേ പുള്ളി മൈനർ ചില കാര്യങ്ങളിടും. അതായത് പുള്ളി ഒന്നിങ്ങനെ തുപ്പിയിട്ട് ഇങ്ങനെ കലക്കി കളയും. അതൊക്കെ പുള്ളി ഇപ്പം കയ്യിൽ നിന്ന് ഇട്ടതാ. അപ്പൊ പുള്ളി ചോദിക്കും ഇങ്ങനെ ചെയ്തോട്ടെ. അപ്പൊ അതിലൊരു ക്യാരക്ടർ ഉണ്ട് ആക്ച്വലി. തുപ്പുക എന്ന് പറയുന്നത് ഭയങ്കര ഓക്വേർഡ് ആയിരിക്കും, പക്ഷെ എന്നിട്ട് അത് പുള്ളി അത് കലക്കി കളഞ്ഞിട്ട് ആണ് ചോദിക്കുന്നത്, ഒരു 5 മിനിറ്റത്തെ കാര്യം ചോദിക്കുന്നത്. അത് ബീങ് ആൻ ആക്ടർ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണുമ്പോൾ പുള്ളി എന്താ ചെയ്യുന്നത്, ഭയങ്കര രസമാണല്ലോ ഇത്, അതിന് എന്തൊരു ഭംഗിയുണ്ടല്ലോ എന്നുള്ള. ഞാൻ പറഞ്ഞ ഹെവി ഡയലോഗ്സും പരിപാടിയും എല്ലാം ഡിഫറെൻറ്റ്. ചെറിയ ചെറിയ മൈനർ എക്സ്പ്രഷൻസ് വരെ പുള്ളി ഇടുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് പരിക്ക് പറ്റുന്ന സമയത്ത് പുള്ളി ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അത് 1 in a million കേസ് ഉണ്ട്. വേറൊരു ഞാൻ മറ്റേ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ അമ്മോ ഭയങ്കര പെർഫോമൻസ് ആണ് എന്ന് തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല കേട്ടോ, എല്ലാ പരിപാടികളിലും പുള്ളി ബെസ്റ്റ് തിങ് ഇസ് ഒരു ആക്ടർ ബ്ലസ്ഡ് ആവുക എന്ന് പറയുന്നത് നല്ല ഡയറക്ടേഴ്സ് റൈറ്റേഴ്സ് തേടി വരുന്നതാണ്. പുള്ളിക്ക് അത് കിട്ടിയിട്ടുണ്ട് ഇതുവരെ. പടക്കളത്തിലെ ഒരു സന്ദീപല്ല നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന എക്കോയിലുള്ള സന്ദീപ്, ഫാലിമിയിലുള്ള സന്ദീപല്ല. ഫാലിമിയിലുള്ള സന്ദീപിനെ നമ്മൾ പിന്നെ കണ്ടിട്ടില്ല. ഞാൻ വെയിറ്റിങ് അങ്ങനത്തെ ഒരു ഫൺ ഓറിയന്റഡ് സന്ദീപിനെ കാണാൻ. എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര ബ്ലസ്ഡാണ്. അത് ബെസ്റ്റ് തിങ്സ് ഒരു പുള്ളിയുടെ സ്റ്റഫുണ്ട്. അത്രയും ചെറിയൊരു പ്രായത്തിൽ ഇത്രയും സ്റ്റഫുള്ളൊരു മനുഷ്യൻ, ഒരു ആക്ടർ മലയാളത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. ആൻഡ് ഡെഫിനറ്റ്ലി പുള്ളി എനിക്ക് തോന്നുന്നു മലയാളം മാത്രമായിട്ട് നിൽക്കാൻ പോകുന്ന ഒരു ആക്ടർ ആയിരിക്കില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഉടനെ തന്നെ മലയാളം എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ പൃഥ്വിരാജ്, അങ്ങനെ ലാലേട്ടൻ, മമ്മൂക്ക എന്നൊക്കെ പറയുന്ന ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നുന്നു സന്ദീപിനെയും അതർ ഇൻഡസ്ട്രീസ് നോക്കി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡെഫിനറ്റ്ലി. അതുപോലെ രഞ്ജിത്ത് സിനിമയിലേക്കുള്ള ഒരു കടന്നുവരവുണ്ട്. ഇനി നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. കുറെ അധികം ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്നു, അതിന് സിനിമയ്ക്കായി കാത്തിരിക്കുന്നു. കുറെ അധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്, കൊക്കോ പോലെയുള്ള സിനിമകളിലൊക്കെ ഉണ്ട്. അപ്പം അതിനകത്തൊക്കെ നമുക്കൊരു ഇഷ്ടം തോന്നുന്ന ഒരു കഥാപാത്രം കൂടിയാണ്. എനിക്ക് തലവനായിക്കോട്ടെ, കൊക്കോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ എക്കോ ആയിക്കോട്ടെ, ഇത്തരം മറ്റേ കേരള ക്രൈം ഫയൽസ് ആയിക്കോട്ടെ, ഇതിനകത്തൊക്കെ നമുക്കൊരു ഇഷ്ടം തോന്നുന്നുണ്ട് ആ കഥാപാത്രത്തോട്. നമുക്ക് ചുറ്റുമുള്ള ഒരാളെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു അവസരത്തിനായിട്ടുള്ള ഒരു കാത്തിരിപ്പുണ്ടല്ലോ, മുഖം ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളത് ഒരു ആക്ടറിന്റെ ഏറ്റവും വലിയൊരു ആവശ്യം കൂടിയാണ്. ഈ ഒരു കാത്തിരിപ്പും ഇപ്പോൾ വന്ന് നിൽക്കുന്ന ഒരവസ്ഥയും എങ്ങനെയാണ് കാണുന്നത്? ഇങ്ങനെ തന്നെ പോകാൻ പറ്റുള്ളൂ ഒരു ആക്ടറിന്. ഞാൻ പറഞ്ഞില്ല, ആക്ടറിന് മാത്രമായിട്ട് ഇറങ്ങിച്ചെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര ഔദാര്യം പറ്റി ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ് ആക്ടേഴ്സ് എന്ന് പറയുന്നത്. കാരണം നല്ല ഡയറക്ടേഴ്സ് വരിക, നല്ല റൈറ്റേഴ്സ് വരിക, നല്ല പ്രൊഡ്യൂസേഴ്സ് വരിക. ഈ റൈറ്ററും ഓക്കെ ആണെങ്കിൽ പ്രൊഡ്യൂസർ ഓക്കെ അല്ലെങ്കിൽ കാര്യമില്ല, ഇവൻ വേണ്ട, ഇവന് പകരം വേറൊരുത്തനെ എടുക്കാം, അവന് കുറച്ചുകൂടെ ഫേസ് വാല്യൂ ഉണ്ട്, അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടില്ല. അപ്പം നമുക്ക് ഈ ഔദാര്യങ്ങൾ നമുക്ക് വേണം. നല്ല ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് നമ്മളെ വെച്ച് ചെയ്യാൻ വരണം ബേസിക്കലി. അത് വന്നതുകൊണ്ടാണ് എനിക്കിപ്പം ഇങ്ങനത്തെ അവസരം വന്നത് ടോട്ടലി. ഇപ്പം ഞാൻ ഇതിലേക്ക് വരുന്നത്, എക്കോയിലേക്ക് വരുന്നത് കേരള ക്രൈം ഫയൽസിലാണ്. കേരള ക്രൈം ഫയൽസ് ഉള്ളത് കൊണ്ടാണ് എക്കോ വരുന്നത്. അതിൽ ബാഹുലാണ് എഴുതിയിരുന്നത്. അതിൽ ബാഹുൽജിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ബാഹുൽജി ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് അതിൽ എന്നെ കാസ്റ്റ് ചെയ്യുന്നത് അഹമ്മദ് കബീറാണ്. ഞാൻ സിനിമയിൽ വരുന്നത് രാഹുൽ കാരണമാണ്. രാഹുലാണ് എനിക്കൊരു ആദ്യം ഒരു റോള് തരുന്നത് ഒറ്റമുറി വെളിച്ചത്തിൽ. അഖിൽ, ഷോർട്ട് ഫിലിം പറഞ്ഞ അഖിൽ അനിൽകുമാറാണ് അർച്ചന 31 നോട്ട് ഔട്ട് ഡയറക്ടർ. ഞാൻ ദേവിക +2 ബയോളജി എന്ന ഷോർട്ട് ഫിലിമാണ് എനിക്കൊന്ന് കുറച്ചുകൂടെ ആൾക്കാർ കണ്ടിട്ടുള്ള സാധനം. അത് കഴിഞ്ഞ് ആ ദേവിക +2 ബയോളജി ഉള്ളത് കൊണ്ടാണ് ജിസ് ജോയ് ചേട്ടൻ എന്നെ തലവനിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് ജിസ്മോൻ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, എടാ ഞാൻ ചോദിച്ചായിരുന്നു ഏതാണ് എങ്ങനെ എന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്താന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, എടാ ഞാൻ നിൻ്റെ ഒരു പണ്ടത്തെ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട് പണ്ടത്തെ, അപ്പം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതൊരു 3 വർഷം കഴിഞ്ഞാണ് എനിക്ക് തലവൻ വരുന്നത്. അപ്പം സംതിങ് ഈസ് വർക്കിംഗ് ഔട്ട് എന്നുള്ളതാണ്. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ഡയറക്ടേഴ്സാണ്
ഡിഫറെൻറ്റ് ആൾക്കാരാണ്. എല്ലാവരും ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്കൊരു അവസരം വരുന്നത്. ഇനിയും കാത്തിരിപ്പുകൾ വരേണ്ടി വരും. ഇപ്പം ഒറ്റയടിക്കല്ല ഞാൻ വന്നത്, വളരെ കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു, അത് കഴിഞ്ഞ് ഒരു പടം വരുന്നു, പതുക്കെ ചവിട്ടിയാണ് വരുന്നത്. ഇനിയും ചിലപ്പം ഈ സ്ട്രഗിൾസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. ഒരു ആക്ടറെ സംബന്ധിച്ച് അത് എന്തായാലും ഉണ്ടാവും. പക്ഷെ അത് ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നുള്ളൂ. നമുക്കങ്ങനെ ആരെയും ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കണം അങ്ങനെ പറയാൻ പറ്റില്ല. ഗോ വിത്ത് ദ ഫ്ലോ. എപ്പോഴെങ്കിലും മനസ്സ് മടുത്തിട്ടുണ്ടോ? ഇങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്ന് ജോലി നിർത്തിയിട്ട് ഒരു അഭിനയത്തിലേക്കൊക്കെ വരുന്നു, സാമ്പത്തികമായിട്ട് നമ്മൾ കടന്നു പോകുന്ന കുറെ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അപ്പൊ അത് എല്ലാവർക്കും ഇല്ല. അല്ല ചോദ്യം, ഇനിയിപ്പം കയ്യിൽ വലിയ ബാക്കപ്പ് ഉണ്ടോന്ന് അറിയില്ലല്ലോ. എനിക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലായി. ഇതിനകത്തുള്ള സാധനം എന്ന് പറയുന്നത് സിനിമ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. ഇതിനകത്തൊരു പ്രോസസ് ഒന്നുമില്ല. അപ്പൊ നിങ്ങളിപ്പോ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന, ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന, ഇവിടെ 10 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അടുത്ത കമ്പനിയിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ഈ 10 years ഓഫ് എക്സ്പീരിയൻസ് പ്രീവിയസ് സാലറി വെച്ചിട്ടല്ലേ നമ്മൾ സംസാരിക്കുന്നത്. സിനിമയിൽ അങ്ങനെയില്ല. വാട്ട് ഈസ് യുവർ ലാസ്റ്റ് ഫിലിം, ദാറ്റ് ഇസ് യു. കഴിഞ്ഞ ലാസ്റ്റ് ഫിലിം നിങ്ങളത് വർക്കായോ? ഞാൻ പറഞ്ഞ ഏതൊരു ആക്ടറിനും ഏതൊരു മാർക്കറ്റുള്ള നടനും ലാസ്റ്റ് പടം നിങ്ങളത് വർക്കായോ എന്ന് നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് ഓഫ് മണി ഉണ്ട്. അല്ലാതെ ഞാൻ 10 വർഷം വർക്ക് ചെയ്തു, ഞാൻ 20 വർഷം വർക്ക് ചെയ്തു, എനിക്ക് ഇത്രയും അങ്ങനെ ഇല്ല. അങ്ങനത്തെ ഒരു പ്രോസസ്സ് ആക്ടിങ്ങിലില്ല, സിനിമയിലില്ല. അപ്പം അതൊരു അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പം നമ്മൾ ലൈം ലൈറ്റിൽ നിൽക്കുക, നമ്മൾ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുക. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പോസ്റ്റേഴ്സിൽ എന്തുകൊണ്ടായിരിക്കും ഒരു ആക്ടറെ വെക്കുന്നത്? ഓ ഇയാളുണ്ടല്ലേ എന്നാൽ നമുക്ക് തോന്നും, എന്നാൽ ഇതിനൊരു ഈ പടത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന് തോന്നി നമ്മൾ കയറും ഇല്ലേ? ആ ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. അതുവരെ ഫിനാൻഷ്യലി എനിക്കറിയില്ല അത് എന്തുമാത്രം ആ സ്ട്രഗിൾസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും ഒരു ആക്ടറിനെ സംബന്ധിച്ച്. നമ്മളെ പോലുള്ള നമ്മളെ പിയേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും, സ്ട്രഗിൾ ചെയ്യുന്ന ആക്ടേഴ്സ്, ഇവരെല്ലാവരും ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് നമ്മളെ പോലെ തന്നെ. പക്ഷെ അത് ഇതിൻ്റെ പാർട്ടാണ്. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെയാണിത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സൈഡ് പരിപാടി വേണം നിങ്ങൾക്ക് ഫിനാൻഷ്യലി. ഇപ്പം നമ്മൾ വിചാരിക്കില്ല ഒരു നടൻ വരുന്നു, ആ നടന് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പം ഈ പുള്ളി എന്ത് ഇങ്ങനെ കുറെ പടങ്ങൾ അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നാറുണ്ട്. അത് പുള്ളിക്കാരന് ജീവിക്കണ്ടേ? ദേ ആർ ഫോഴ്സ്ഡ് ടു ഡു ദ വർക്ക്. അപ്പൊ അത് വർക്കാണ്, അത് ചെയ്തേ പറ്റൂ. പക്ഷെ അപ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ ജഡ്ജ് ചെയ്യപ്പെടും, വേറെ നല്ല പടങ്ങളിലേക്ക് വിളിക്കാതെയോ. അപ്പൊ നമുക്ക് ആ സ്പേസ് വേണം. ഒരു നല്ല പടത്തിൽ നിന്നും അടുത്ത നല്ല പടത്തിലേക്ക്, അല്ലെങ്കിൽ ആരും മോശമായിട്ടൊരു പടം ചെയ്യുന്നില്ല, ബട്ട് ഈവൻ ദെൻ നമുക്ക് ചിലത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കമ്മിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഉള്ള സാധനത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി ബാക്കപ്പ് വേണം. അത് ഞാൻ പറയുന്നത് നമ്മുടെ ഫാമിലി പരമായിട്ട് വേണമെന്നല്ല, നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാൻ പറ്റണം, ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം. അങ്ങനത്തെ സാധനങ്ങൾ നല്ലതാണ്. ഈ കാത്തിരിപ്പിന്റെ അവസാനം ഒരു മടുപ്പ് തോന്നാനുള്ള സാധ്യതയുണ്ടല്ലോ. എനിക്കൊക്കെ ഇപ്പൊ ഒരു കാത്തിരുന്നോ ഇത് ഒഴിവാക്കി അടുത്തത് എന്തെങ്കിലും നോക്കണോ എന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടം നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും വന്നു പോകാലോ. പക്ഷെ അത്തരത്തിലുള്ളൊരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ സാഹചര്യങ്ങൾ ഇന്റേണലി കോൺഫ്ലിക്ട്സ് നമുക്ക് വരും. പക്ഷെ പ്രധാനമായിട്ട് ഞാൻ സിനിമയെ കുറിച്ച് കാണുന്നത് പേഷ്യൻസ്, കാത്തിരിക്കണം, കാത്തിരിപ്പ് വേണം ഡെഫിനറ്റ്ലി. ഇപ്പം സെറ്റ് എക്സാമ്പിൾ അല്ലേ ജോയി ചേട്ടൻ. ഞാൻ പറഞ്ഞത് എല്ലാവരും ഇപ്പം ജോയി ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ള എല്ലാവരും ജോയി ചേട്ടൻ രക്ഷപ്പെട്ടു. അപ്പൊ നമുക്ക് അങ്ങനെ ഇരിക്കാം. അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ലെറ്റ്സ് സീ ഇൻ എ പോസിറ്റീവ് വേ. പുള്ളി എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ഒരു ലെവലിലെത്തുന്നത്. ബീങ് എൻ ആക്ടർ എന്തുമാത്രം വേഴ്സ്റ്റായി. അത് ചെറിയ കാര്യമല്ല കേട്ടോ, ഒട്ടും ചെറിയ കാര്യമല്ല. പുള്ളിയുടെ സ്കിൽസ് പുള്ളി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കാണാത്തതുകൊണ്ടാണ്. ആദ്യം ജോയി ചേട്ടൻ അഭിനയിച്ചിരുന്ന ജോയി ചേട്ടനെ അല്ല ഇപ്പം ജോയി ചേട്ടൻ അഭിനയിക്കുന്നത്. ഇതിന്റെ ബാക്കിൽ നമ്മൾ സ്കിൽ അപ്ഡേറ്റ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഇറ്റ്സ് നോട്ട് ലൈക്ക് രാവിലെ എണീറ്റിട്ട് ഞാൻ റെഡി ആയിരിക്കും കേട്ടോ, അങ്ങനെയല്ല. ഞാൻ ഷൂട്ടില്ലാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഫാക്ടർ ചെയ്യും. ഞാൻ ഡെയിലി എന്തുമാത്രമാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഫാക്ടർ ചെയ്യും. ഞാൻ ഇത്ര ചാൻസ് ചോദിച്ചു എന്നുള്ള ഫാക്ടർ ചെയ്യും. ഇതെല്ലാം ഫാക്ടർ ചെയ്യും. അപ്പോൾ മനസ്സ് മടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ മടുക്കും, ഇന്റേണലി മടുക്കും. പക്ഷെ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ അത് മാറണം. രാത്രി തോന്നിക്കോ, രാവിലെ ആകുമ്പോൾ മാറിയാൽ മതി, കുഴപ്പമില്ല. ഇപ്പൊ രഞ്ജിത്തിന്റെ സിനിമകളൊക്കെ നമുക്ക് അറിയാം, പക്ഷെ രഞ്ജിത്തിന്റെ ഫേസ് കാണുമ്പോഴും നമുക്ക് പരിചയമുണ്ട്. എന്നാൽ നമ്മൾ എല്ലായിടത്തും രഞ്ജിത്തിന്റെ ഫേസ് കാണില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു ഗുണമാണ് ഈ എക്കോ പോലെയുള്ള സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാൻ ഉപകാരപ്പെട്ടത് നമുക്ക് തോന്നാനുള്ള സാധ്യതയില്ല. കാരണം എല്ലാ സിനിമകളിലും ഫേസ് വന്നു കഴിയുമ്പോൾ ഒരു പുതുമ ഉണ്ടാവില്ല. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയണം, എന്നാലും ആ പുതുമ നഷ്ടപ്പെടരുത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഒക്കെ എനിക്ക് കുറച്ച് സിനിമകളെ ഉള്ളൂ എങ്കിലും ഇതെനിക്ക് ഗുണകരമായി എന്ന് തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ട്. ഇപ്പൊ പറഞ്ഞതാണ് ആൻസർ. ആക്ച്വലി എക്സ്ക്ലൂസിവിറ്റിയാണ് ഒരു ആക്ടർ കീപ്പ് ചെയ്യേണ്ട ഒരു സാധനം. എനിക്കൊന്നും എക്സ്ക്ലൂസിവിറ്റി ഇല്ലാതെ ഇപ്പം അംഗീകരിക്കപ്പെടുന്ന എനിക്ക് ലാലേട്ടൻ മാത്രമേ ഉള്ളൂ. ലാലേട്ടൻ എല്ലാ ആഴ്ച നമ്മുടെ അടുത്ത് വരും, പക്ഷെ ലാലേട്ടനെ മടിക്കില്ല. അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ ലിറ്ററലി. പക്ഷെ ബാക്കി എല്ലാവരെയും നമ്മൾ ഇയാൾ എല്ലാത്തിലും ഉണ്ടല്ലോ, ഇയാളെന്താ ഇങ്ങനെ
എന്ന് തോന്നും. എക്സ്ക്ലൂസിവിറ്റി ഭയങ്കര ഫാക്ടറാണ് ഒരു ആക്ടറിനെ സംബന്ധിച്ച്. ഈ പറഞ്ഞില്ലേ, അതായത് നമ്മളൊരു ഡയറക്റ്റ് ചെയ്യുവാണ്, നമ്മൾ ആലോചിക്കില്ലേ ഇവൻ എല്ലാത്തിലും ഉണ്ടല്ലോ, ഇവൻ എന്തിനാ കാസ്റ്റ് ചെയ്യുന്നത്, ഇവൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പടം അതേപോലെ ആയിപ്പോവും, ഇയാൾ നേരത്തെ ചെയ്ത അതേ പടം പോലെ ആയിരിക്കും. പക്ഷെ ഇയാൾ നല്ലൊരു ആക്ടർ, കുറെ നാളായി, ഓക്കെ നല്ലൊരു പരിപാടി ചെയ്യുന്നുണ്ട്, ഇയാൾ നല്ലൊരു പരിപാടിയാണ് നേരത്തെ ചെയ്തത്, എന്നാൽ ഇതിൽ നല്ല പരിപാടി ആവുമായിരിക്കും എന്ന് ആൾക്കാർ വിശ്വസിക്കും എന്ന് വിചാരിച്ചായിരിക്കും കാസ്റ്റ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി അത് ഇമ്പോർട്ടൻ്റ്. എക്സ്ക്ലൂസിവിറ്റി ഇസ് എ പ്രൈം ഫാക്ടർ. ഈ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നത് പോലെ തോന്നാറ് നമ്മൾ ചിലപ്പോൾ കേൾക്കാറുണ്ട്. കോമഡി ചെയ്യുന്നവർക്ക് ഒരു ഘട്ടത്തിൽ കോമഡി മാത്രം, എന്താ പറയുക വില്ലൻ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുന്നവർക്ക് അത്, എന്താ പറയുക ചേച്ചി റോള് വന്നാൽ അത്, അച്ഛൻ റോള് വന്നാൽ അത്, അങ്ങനെ. അപ്പോൾ രഞ്ജിത്തിന്റെ നോക്കുമ്പോൾ നമ്മൾ കുറച്ചധികം സിനിമകളിൽ ഇപ്പോൾ ഒരു പോലീസ് വേഷത്തിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വ്യത്യസ്തമായ പോലീസ് വേഷങ്ങളാണ്. ഇപ്പൊ എക്കോയിലൊന്നും പോലീസ് വേഷ ഡ്രസ്സിൽ നമ്മൾ കാണുന്നില്ല, വാക്കാലുള്ള പോലീസേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇതിനകത്തേക്ക് മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇതിനകത്തുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ ഒരു സ്റ്റേജ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ പോയി ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലോ നമ്മൾ ബീങ് എ സ്ട്രഗ്ലിംഗ് ആക്ടർ, അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഈവൻ ദെൻ ഞാൻ ചെയ്ത പോലീസ് ക്യാരക്ടേഴ്സ് എനിക്ക് തോന്നുന്നു, ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ കേരളത്തിൽ നമ്മൾ ചുമ്മാ റോഡിൽ ഇറങ്ങിയിരുന്നാൽ പോലെ എത്ര പോലീസിനെ കാണുന്നുണ്ടോ. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പോലീസ് എന്ന് പറഞ്ഞൊരു സാധനം. നമ്മൾ ഏറ്റവും കൂടുതൽ സിനിമ എടുത്തു നോക്കുക, സിനിമയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു വർഷത്തിൽ എത്ര പോലീസ് സ്റ്റോറി ഇറങ്ങുന്നുണ്ടാവും? ഒരു മിനിമത്തിൽ കുറച്ചെങ്കിലും ഇറങ്ങുന്നുണ്ടാവും, ത്രില്ലറായിട്ടും. അല്ലാതെ എല്ലാ കഥയിലും ഉണ്ടാവും പോലും. പോലീസ് അനിവാര്യമായ ഘടകമാണ് ജീവിതത്തിലും സിനിമയിലും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നോക്കുന്നത് ഒരു പോലീസ് ആവരുത് അടുത്ത പോലീസ്. ഈ കാക്കിയാണെങ്കിൽ അല്ലെങ്കിൽ അതിനകത്തുള്ള ആൾക്കാർ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ഞാനിപ്പോൾ ചെയ്ത കേരള ക്രൈം ഫയൽസിലെ ക്യാരക്ടർ അത് കഴിഞ്ഞ് ഫ്ലാസ്ക് ഒന്ന് പടം ചെയ്തപ്പോൾ അത് ഇതുമായിട്ടൊരു ബന്ധമില്ല. രണ്ട് റൈറ്റേഴ്സും രണ്ട് രീതിയിലുമായിരിക്കും നമ്മൾ കൺസീവ് ചെയ്യുക. അതാ ഞാൻ പറഞ്ഞു, ഇത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ആക്ടർ ഉള്ളി, അതായത് റൈറ്ററിൻ്റെയും കൂടെ ഉണ്ട്. റൈറ്റർ അല്ല ക്യാരക്ടറിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരത് യുണീക്കായിട്ട് അതിലൊരു ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ് നമുക്കത് പോർട്രേ ചെയ്യാൻ ഡിഫറെൻ്റ് ആയിട്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ടൈപ്പ് കാസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പ്രധാനമായിട്ടും നമ്മൾ ചെയ്ത അങ്ങനെ ടൈപ്പ് കാസ്റ്റഡായിട്ട് ചെയ്ത ക്യാരക്ടേഴ്സ് വർക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഡെഫിനറ്റ്ലി ആ എക്സ്ക്ലൂസിവിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർക്ക് മറക്കാൻ ഒരു സ്പേസ് കൊടുക്കുക. ഉടനെ തന്നെ അടുത്തൊരു പരിപാടി ചെയ്യാതെ കുറച്ചാൾ കഴിഞ്ഞൊരു പിന്നെ ഒരു പോലീസ് പരിപാടി വന്നു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. അങ്ങനെ കരിയറിൽ ഈ ഒരു പടമാണ് എൻ്റെ കരിയർ മാറ്റിമറിച്ചത്, അങ്ങനെ തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു സിനിമയുണ്ടോ? എല്ലാ പടവും അങ്ങനെ ആയിരിക്കില്ലേ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരെണ്ണം വെച്ചിട്ടാണല്ലോ എനിക്ക് അടുത്തത് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഒറ്റമുറി വെളിച്ചമാണ് ആദ്യത്തെ പടം. ഡാഗിനി ചെയ്യുന്നു, കോക്കോ ചെയ്യുന്നു. കോക്കോ ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ആൾക്കാർ എന്നെ തേടി വരുന്നത്. എനിക്കിപ്പോഴും മമിത ബൈജുവായിട്ട് ചെയ്യുന്ന ഒരു പോർഷൻസ് കണ്ടപ്പം കുറേ പേര് ഈവൻ ആരാ ഏഷ്യാനെറ്റിൽ വന്നു, അങ്ങനെ കുറേ പേര് അത് ആ പ്യൂണിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പാവം അയ്യോ എന്തിനാ ഇയാളെ തെറി പറയുന്നത് എന്നൊക്കെ ചോദിച്ച് അത് ഭയങ്കര വർക്കായി. അപ്പോൾ അത് ചേഞ്ചായി. അത് കഴിഞ്ഞ് ഓരോ പടങ്ങളും ചേഞ്ചായി. ഇപ്പോൾ കേരള ക്രൈം ഫയൽസ് വന്നപ്പോൾ അത് ചേഞ്ചായി, നമുക്ക് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തുന്നു. അവിടെ നിന്നാണ് എക്കോ വരുന്നത്. അപ്പം ഡെഫിനറ്റ്ലി എല്ലാ ക്യാരക്ടേഴ്സും ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ലൈഫിൽ. ബന്ധങ്ങള് സിനിമയിലേക്ക് കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ഒരാൾ സജസ്റ്റ് ചെയ്ത ഒരു സിനിമയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ എത്താൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊരു ഗുണകരമായിട്ട് തന്നെ തോന്നുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഒരു ടീം ഉള്ളത് സിനിമയിൽ ഭയങ്കര നല്ലതാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ഗ്യാങ് എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു ടീം ഇസ് ഡിഫറെൻറ്റ്. ടീം എന്നുണ്ടാകുമ്പോൾ എന്ന് വെച്ചാൽ അത്രയും ഇത് ഒരു ബ്രെയിൻ വർക്ക് ചെയ്യേണ്ട ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ബ്രെയിൻ വർക്ക് ചെയ്യേണ്ടതല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കൂട്ടം ആൾക്കാർ വർക്ക് ചെയ്യണം, എന്നാലേ ആ സിനിമ നന്നാവത്തുള്ളൂ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഒൺലി ഡയറക്ടർ ഇതിൽ നല്ലതാണ് എടുക്കുന്നത്. ഇത് നമ്മൾ വിചാരിക്കും പോലെ ഡയറക്ടറാണ് എല്ലാം. എവിടെ നിർത്തണം എന്നുള്ളതും എന്തെടുക്കണമെന്നും തീരുമാനിക്കുന്നതാണ് ഡയറക്ടർ. പക്ഷെ അത് കൊടുക്കണ ആൾക്കാർ വേണം നമുക്ക്. ഇപ്പം നമ്മളൊരു സിനിമ എടുക്കുന്നു, ഒരു 10-25 ബുദ്ധിയുള്ള ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ ഇവരുടെ 25 ഒപ്പീനിയൻ നമ്മൾ എടുക്കും. ഇതിൽ ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു 10 എനിക്ക് മതിയായിരിക്കും. 10 ഞാൻ കേൾക്കുക, താങ്ക് യു ഫോർ ദാറ്റ്, ആൻഡ് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പം ഒരു ടീം വേണം, ഡെഫിനറ്റ്ലി വേണം. ഒരു നടൻ എന്ന നിലയിൽ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക? അതിനകത്ത് സംവിധായകനെയാണോ, അതോ എന്താ പറയുക കഥയാണോ, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്ന കഥാപാത്രമാണോ, എന്തായിരിക്കും അതിനകത്തേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകം? സംവിധായകനായിരിക്കും ബേസിക്കലി. കാരണം ഇറ്റ്സ് അബൌട്ട് എന്ത് മോശം കഥയാണെങ്കിലും അതിനൊരു സംവിധായകൻ വിചാരിച്ചാൽ അത് നന്നാക്കി പ്രസന്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പറയത്തില്ലേ ഇതെന്ത് ക്ലീശയാണ്, പക്ഷെ അത് ഡയറക്ടർ ചിലപ്പോൾ അത് മാറ്റിമറിച്ച് വേറെ രീതിയിൽ പ്രസന്റ് ചെയ്യാം. അപ്പൊ അയാളുടെ ഒരു കോൺഫിഡൻസിലായിരിക്കും ആ സിനിമയും ആ ക്യാരക്ടറും വർക്ക് ആവുന്നത്. ഫസ്റ്റ് തിങ് ഇസ് ഡയറക്ടർ.
സെക്കൻഡേ ഉള്ളൂ നമ്മുടെ എന്താണ് ക്യാരക്ടർ, നമ്മൾ അതെന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, നമുക്ക് എന്തെങ്കിലും ഒരു പെർഫോമൻസ് സ്പേസ് ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത്. ഫസ്റ്റ് ഡയറക്ടർ. ആക്ച്വലി ആളുകൾ പറയുന്ന കേൾക്കാറുണ്ട്, നമ്മൾ റെന്യൂമറേഷൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾക്ക് കൃത്യമായി ഇത് ചോദിച്ച് വാങ്ങാൻ പറ്റാതെ വരാറുണ്ട്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു എമൗണ്ട് നമ്മൾക്ക് പറയാൻ പറ്റാതെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ എന്താ പറയുക, എനിക്ക് ഇത്രയും തുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് ഇതാണ് ശമ്പളമായി വേണ്ടതെന്ന് പറയാൻ കൃത്യമായി സാധിക്കാറുണ്ടോ? ആ കൃത്യമായി തുക കിട്ടാറുണ്ടോ? ഇതുവരെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പൈസ പറയേണ്ടതെന്നുള്ളത്, ഈ ഒരു മിനിമൽ വേജസ് എപ്പോഴും ഉണ്ടാവും. ആ മിനിമൽ വേജസിന് താഴോട്ട് പോകണമെങ്കിൽ അവർ ചിലപ്പോൾ പറയുന്നുണ്ടാവും ഇത് ഇങ്ങനെ ഉണ്ടാവുന്നൊരു പടമാണ്. ഓക്കെ, അത് ആദ്യമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നാണെങ്കിൽ ഓക്കെയാണ്. അത് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, ഇതുവരെ ഉണ്ട്. അതായത് ഇത് ഇത്രയും ബഡ്ജറ്റിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ പടമാണ്, ഇതിൽ നമുക്ക് ഈ ക്യാരക്ടറിന് കൊടുക്കാൻ പറ്റുന്ന ഇത്ര എമൗണ്ട് ഓഫ് മണിയാണ്, നിങ്ങൾക്കത് പറ്റുമോ ഇല്ലേ, അത് ഓക്കെയാണ്. കാരണം അത് നമ്മൾ ഓൾറെഡി ഒരു ധാരണയായിട്ടല്ലേ പോകുന്നത്, പിന്നെ മാറ്റുന്നില്ലല്ലോ, അത് ഓക്കെയാണ്, അത് സംഭവിക്കും. കാരണം വെച്ചാൽ ഇവിടെ പ്രൊഡക്ഷൻ ഇല്ല. ഇപ്പൊ എക്കോ എന്ന് പറഞ്ഞൊരു പടം വരുന്നു, എക്കോ എന്ന് പറഞ്ഞൊരു പടം വർക്ക് ആവാനായിട്ടുള്ള റീസൺ എവ്രിബഡി ഈസ് ദെയർ. അവർ എഴുതിയിട്ടുണ്ട്, രഞ്ജിത്തേട്ടനുണ്ട് ഡയറക്റ്റ് ചെയ്യാനായിട്ട്, പക്ഷെ അതിന്റെ പ്രൊഡ്യൂസർ ഉള്ളത് കൊണ്ടാണ് ഇത് നടക്കുന്നത്. ജയറാമേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുള്ളതുകൊണ്ടാണ് ആ പുള്ളിയൊരു കൺവിക്ഷൻ ഉണ്ടല്ലേ. അതായത് എന്താ പറയാ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ലാസ്റ്റത്തെ സാധനങ്ങൾ കാണിക്കുന്നില്ല. അപ്പൊ പുള്ളിക്ക് പറഞ്ഞൂടെ, ഇല്ല ലാസ്റ്റത്തെ സാധനം കാണിച്ചിട്ട് എനിക്ക് ഒരുപാട് പേരെ കേട്ടാണ്, എനിക്കത് ഫിനാൻഷ്യലി വയബിളാ, അങ്ങനെ ചിന്തിച്ചില്ല പുള്ളി. പുള്ളി വിചാരിച്ചതൊക്കെ ഒരു ഡിഫറെന്റ് ഫിലിം ആവട്ടെ, ഒരു സ്റ്റെപ്പ് വെക്കാം എന്നുള്ള ലെവലിൽ വന്നപ്പം ആദ്യം അഫക്റ്റഡ് ആവുന്നതാണ് പ്രൊഡ്യൂസർ തന്നെ ആയിരിക്കും. പൈസ പോയ പൈസയാണല്ലോ ഡെഫിനറ്റ്ലി നമ്മൾ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പം അത് കുറയുന്നതും അത് പോകുന്നതും പ്രൊഡ്യൂസറിനാണ്. അപ്പോൾ ഫസ്റ്റ് മാൻ ഹൂസ് ഗെറ്റിംഗ് അഫക്റ്റഡ് ഇസ് പ്രൊഡ്യൂസർ. ഡയറക്ടറിന് അടുത്തൊരു പടം കിട്ടാം, റൈറ്ററിന് ഡെഫിനറ്റ്ലി അടുത്തൊരു പടം കിട്ടാം, പക്ഷെ ആളുടെ കാശ് പോയതാ. അപ്പൊ നമ്മൾ അങ്ങനെയും കൂടെ ചിന്തിക്കണം. നമ്മൾ പൈസ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്തുമാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എനിക്ക് എത്രമാത്രമാണ് ആൾക്കാരെ പുള്ളി ഇത് കൊണ്ടുവരാൻ പറ്റുന്നത്, ഞാൻ അത് പോകുന്നതുകൊണ്ട് അവർക്ക് എന്ത് ഗുണം ഉണ്ടാവുക എന്നുള്ള പെർസ്പെക്റ്റീവ് നമ്മൾ ആലോചിക്കണം. നമ്മൾ ചോദിക്കുന്നത് ഡീസെന്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കണം, മലയാള ഇൻഡസ്ട്രിക്ക് താങ്ങാൻ പറ്റുന്നൊരു സാധനമാവുക. അവർ ഓക്കെ ആണെങ്കിൽ അവർ പറയും, ഇല്ലെങ്കിൽ അവർ ഓക്കെ അല്ലെന്ന് പറയുകയും ചെയ്യും. ഇതുവരെ ഓക്കെയാണ്. അങ്ങനെ തന്നെ പോട്ടെ. സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്താ പറയുക, ഫോളോവേഴ്സ് നമ്മളെ കഥാപാത്രങ്ങൾ തേടിയെത്താൻ വേണ്ടി ഒരു ഘടകമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലൊരു വസ്തുതയുണ്ടോ? വസ്തുത ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഡിഫറെന്റ് ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ പല പല ആൾക്കാരുണ്ടാവില്ലേ. അപ്പം ഇതുവരെ വന്ന എൻ്റെ പടങ്ങളിലെ ആൾക്കാരൊന്നും അങ്ങനെ എൻ്റെ ഇൻഫ്ലുവൻസ് ഫോളോവേഴ്സിനെ കണ്ടായിരിക്കില്ല വരുന്നത്. ഇവന് വർക്ക് ചെയ്യാൻ പറ്റും, ഇവന് സ്കില്ലുണ്ട് എന്നുള്ള ലെവലാണ്. പക്ഷെ അതങ്ങനെ അല്ലാതെ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ അഭിനയിക്കാൻ വിളിക്കുന്നത് അതുകൊണ്ടാണല്ലോ. ബേസിക്കലി എന്തുകൊണ്ടാണ് ആ പടം കുറച്ച് പേരിലേക്ക് എത്തും എന്നുള്ളത് കൊണ്ടാണ്. അത് തെറ്റു പറയാനൊന്നുമില്ല. അതാണ് അവർക്ക് ആ സിനിമ എന്താ പറയുക, അതിൻ്റെ മേക്കേഴ്സിന് അങ്ങനത്തെ കുറച്ച് ആൾക്കാർ വേണം. അങ്ങനെ ഒരു സപ്ലൈ മാർക്കറ്റിംഗ് അതുവഴി നടന്നു പോകും എന്നുള്ളത് കൊണ്ടാണ്. അത് ഇപ്പം ഡിജിറ്റൽ വന്നതിന് ശേഷം ഇതിനകത്തൊരു ഭയങ്കരമായിട്ട് പെർട്ടിക്കുലർലി ഒരു പണ്ടൊക്കെ നമ്മൾ പപ്പു ചേട്ടനാണെങ്കിലും ഒടുവിൽ അങ്ങനത്തെ ഒരു ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അത് ഫിലിമിൻ്റെ ഒരു ഗുണമുണ്ട് അതിനകത്ത് അവരെ ഫാക്ടറിയിൽ നിന്ന്. അതായത് ഫിലിം നഷ്ടമാവരുത്, അപ്പോൾ എമൗണ്ട് ഒക്കെ ഫാക്ടർ ചെയ്യും. സ്കിൽഡ് ആയിട്ടുള്ളവർ വന്നാൽ പെട്ടെന്ന് പടം തീരും. ഇപ്പം അങ്ങനെയല്ല, ഡിജിറ്റൽ വന്നതിന് ശേഷം നമുക്ക് ആരെയും ട്രൈ ചെയ്യാം, എത്ര ടേക്ക് വേണമെങ്കിലും പോവാം, അവരൊരു ആക്ടറാക്കി മോൾഡ് ചെയ്യാൻ പറ്റും ലിറ്ററലി. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം. അപ്പം അതുകൊണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലോ ക്രിയേറ്റേഴ്സ്, അഭിനയം താല്പര്യമില്ലാത്തവരെ പോലും ആക്ച്വലി ഇപ്പം അഭിനയിപ്പിക്കുന്നുണ്ട്. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അത് അങ്ങനെയുള്ളവർ വന്നിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ പോട്ടെ എന്നുള്ളതാണ്. കോമ്പറ്റീഷൻസ് വിൽ ബി ദർ, നമ്മൾ അതിൽ പിടിച്ചു വയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫോളോവേഴ്സ് ഉള്ളവർ, ഇൻഫ്ലുവൻസേഴ്സ് ഉള്ളവരെടുത്താലും നമുക്ക് പ്രശ്നം ഒന്നും ഉള്ള കാര്യമല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ദാറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. രഞ്ജിത്തിന്റെ സിനിമ കരിയർ തുടങ്ങുന്ന ഒരു സമയത്തിനേക്കാൾ സോഷ്യൽ മീഡിയയുടെ ഭൂമി ഇപ്പൊ ഭയങ്കര കൂടുതലാണല്ലോ. അപ്പൊ ആളുകൾ ചെയ്തു വെക്കുന്ന കഥാപാത്രത്തെ കുറിച്ചും ചെയ്യുന്ന സിനിമകളെ കുറിച്ചും ഒക്കെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടാവും, കമന്റുകൾ പറയാറുണ്ടാവും. നമ്മൾ കുറച്ചും കൂടെ നമുക്ക് റിവ്യൂ കിട്ടുന്നുണ്ട്, അവരുടെ പൾസ് കിട്ടുന്നുണ്ട്. ഇതൊരു നെഗറ്റീവ് വേയിൽ എപ്പോഴെങ്കിലും അഫക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ എനിക്ക് അങ്ങനെ അഫക്ട് ചെയ്തിട്ടില്ല. നമ്മൾ എടുക്കുന്ന പോലെയാണല്ലോ, നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടോ എടുക്കുന്നത്. ഇപ്പം ചിലതിൽ എൻ്റെത് മോശമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് അവർക്കത് വർക്കായില്ല, ദാറ്റ്സ് ഫൈൻ. ചിലവർക്ക് വർക്ക് ആവുന്നുണ്ടാവും, അത് ഓക്കെ. നമ്മളെ തന്നെ ഒരു സ്റ്റേറ്റിൽ എത്തിക്കേണ്ടി വരും. നമ്മൾ പ്രധാനമായിട്ടും നമ്മളിങ്ങനത്തെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള വേൾഡിൽ നിൽക്കുന്നു, നമ്മൾ സിനിമ ചെയ്യുന്നു, ബീയിങ് ആൻ ആക്ടർ
നമ്മൾ പെട്ടെന്ന് ടാർഗറ്റഡ് ആവും അല്ലെ. ഇതിന്റെ ബാക്കിൽ മോശം റൈറ്റിംഗ് ആണെങ്കിലോ ഡയറക്ഷൻ ആണെന്നോ ഒന്നും അറിയില്ല. നമ്മളായിരിക്കും ആദ്യം തെറിയേക്കേണ്ടതാണ്, ലിറ്ററലി തെറിയേക്കണ്ട. ചിലപ്പം എൻ്റെ ഡയറക്ടർ എന്നെ നന്നാക്കാൻ നോക്കിയിട്ട് ഞാൻ നന്നാവാത്തതായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ എക്കോയിൽ നന്നായിട്ടുണ്ടല്ലേ, ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ പടത്തിലും നന്നായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ക്രെഡിറ്റാണ്. മോശമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെന്നെ നന്നാക്കാൻ നോക്കിയിട്ടുണ്ടാവും, മാക്സിമം സേവ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ നടക്കാത്തതായിരിക്കും. നമ്മളത് ഏറ്റുവാങ്ങുക, അത്രേ ഉള്ളൂ. ഈ പറയുന്ന ഈസിയാണോ മനസ്സിനെ പാകപ്പെടുത്തി നെഗറ്റീവ് കമന്റുകളെ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടി? അതൊരു വലിയ പ്രോസസ്സ് തന്നെയല്ലേ? എങ്ങനെയാണ് അങ്ങനെ ഒരു മൈൻഡിലേക്കൊക്കെ എത്തുന്നത്? അത് നമ്മൾ ഈ പറഞ്ഞ ഷോർട്ട് ഫിലിംസ് ചെയ്യുക, വർഷങ്ങൾ ഇതിനു വേണ്ടി നിൽക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ഒരു സ്ഥാനത്തേക്ക് എത്തുമ്പോഴാണല്ലോ നമുക്ക് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാതെ വരുന്നത്. നമ്മൾ ഈ ഇങ്ങനെ ചെളിയിലും അവിടെയൊക്കെ ഉരുണ്ട് വരുമ്പോൾ നമുക്ക് പ്രശ്നമില്ല, എത്ര മണ്ണ് പറ്റിയാൽ എന്താ എന്നുള്ളത് വരും. ഈ ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പൊ ആദ്യത്തെ ഷോർട്ട് ഫിലിം ഒക്കെ ഇപ്പം കാണുമ്പോൾ അയ്യോ അതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അതൊക്കെ തോന്നും, ഡെഫിനറ്റ്ലി തോന്നും. പിന്നെ അത് ഈ ഷോർട്ട് ഫിലിംസ് എന്താ നമ്മളെ ഹെൽപ്പ് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെ അഭിനയിക്കരുത് എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചത് ഈ ഷോർട്ട് ഫിലിംസ് ആണ്. എടാ ഇത്രയും വേണ്ട, എടാ ഇത് ഭയങ്കര ഓവറാണല്ലോ, അപ്പൊ ഇതില്ലെങ്കിൽ ഞാൻ ഇല്ല, ഇപ്പൊ ഉള്ള ഞാനില്ല. അതാ ഞാൻ പറഞ്ഞത്, അത് ഭയങ്കര ഹെൽപ്ഫുള്ളാ. ഇത് തോന്നും നമുക്ക്, ഇത് മോശമാണല്ലോ, ഇത് മോശമാണെന്ന് തോന്നിയാൽ മതി. അതല്ലാതെ നമ്മൾ മോശമായിട്ട് അഭിനയിച്ചിട്ട് ഇതൊരു കിടില ഐറ്റമാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ ആക്ടർ പിന്നെ ഇല്ല. ഇപ്പം ചെയ്ത പടങ്ങളിൽ പോലും എനിക്ക് തോന്നാറുണ്ട്, അവിടെ ഇനിയും കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു, നന്നാക്കായിരുന്നു എന്ന് തോന്നാറുണ്ട്. കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുക. ചിലപ്പോൾ അതൊന്നും കാര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ ഇനി ചെയ്ത മോശമാകത്തേ ഉള്ളൂ. ഇതൊക്കെ സംഭവിക്കുന്നതാണല്ലോ, അപ്പൊ അതൊന്നും ഫാക്ടറല്ല, പക്ഷെ എന്നാലും തോന്നും. ഒരു കഥാപാത്രത്തെ കിട്ടുമ്പോൾ അത് ഉൾക്കൊള്ളാൻ വേണ്ടി അപ്പൊ എത്ര അധികം സമയം എടുക്കും? അതിന് പിന്നിൽ എത്രത്തോളം വർക്ക് ചെയ്യാറുണ്ട്? സ്ക്രിപ്റ്റ് റീഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. അത് മാക്സിമം എത്ര വർഷം റീഡ് ചെയ്യാൻ പറ്റും അത്ര വർഷം റീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഡയമെൻഷൻസ് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത്, ക്യാരക്ടർ എന്താണ്, ഈ ക്യാരക്ടർ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പല പ്രാവശ്യം റീഡ് ചെയ്യുമ്പോൾ പലതായിരിക്കും വരുന്നത്, പലതായിരിക്കും തോന്നുന്നത്. കുറേ പ്രാവശ്യം റീഡ് ചെയ്യും, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ തന്നെ ഒരു ലെസൺസ് വായിക്കുമ്പോൾ നമുക്ക് പിന്നെ മനസ്സിലാവില്ലേ, അതേപോലെ തന്നെ ആ ക്യാരക്ടർ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാവും. ഒരു അഭിനയിച്ച് നോക്കേണ്ട ഒരു ഫാക്ടർ എനിക്കറിയില്ല, അങ്ങനെ തോന്നാറില്ല. നമ്മൾ ചിലപ്പോൾ നമ്മളെ മനസ്സിലിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ എക്കോയില് എനിക്ക് പരിക്ക് പറ്റുന്ന ആ സാധനം അത് എഴുതിയിട്ടില്ല, ബാബുജി എല്ലാം എഴുതുന്നതാണ്, അത് എഴുതിയിട്ടില്ല. അപ്പൊ അവിടെ എന്തായിരിക്കും പരിക്ക് പറ്റി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, ചൊറിച്ചിലുണ്ടാവും, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ടാവും, അധികം ബ്രീത്തിന്റെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഇത് ഞാൻ റിസർച്ച് ചെയ്തത്, ഈ റിസർച്ച് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പൊ പുള്ളിൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അത് വെച്ചിട്ട് പുള്ളി ക്യാമറ സെറ്റ് ചെയ്യുമായിരുന്നു. അത് അപ്പൊ ഇങ്ങനെയാണ് എൻ്റെ ഒരു പ്രിപ്പറേഷൻസ് പോകുന്നത്. ഒരു മീറ്ററിലായിരിക്കുമല്ലോ ഒരു അഭിനയത്തിന്റെ ഒരു ഇത് വന്ന് നിൽക്കേണ്ടത്. അപ്പം അതിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കയ്യിൽ നിന്ന് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാവുമല്ലോ. അപ്പൊ അത് അവര് പറയുന്നതാണോ നമ്മൾ തന്നെ മനസ്സിലാക്കുക ഈ മീറ്ററിലാണ് ഇത് ഇവിടെ കൊടുക്കേണ്ടതെന്ന്? അവര് പറയണം, അതാ ഞാൻ പറയാം, ഡയറക്ടർ ആയിരിക്കും അത് തീരുമാനിക്കുന്നത്. നമ്മൾ ഈ ലെവലിൽ കൊടുക്കും, എടാ ഇത്രയും വേണ്ട, നമ്മൾ കുറയ്ക്കാം, അല്ലെങ്കിൽ അയ്യോ ഇതൊന്നും ആയിട്ടില്ല ഇനി കൂട്ടിക്കോ എന്ന് പറയുന്ന അവരുടെ ആയിരിക്കും. അതാ ഞാൻ പറയുന്നത്, ഒരു നടൻ നന്നായാലും മോശമായാലും അതിന് ഈ പറഞ്ഞ പോലെ ഡയറക്ടറിന്റെ പങ്ക് ഭയങ്കര വലുതാണ്. ഇപ്പൊ ഞാൻ നന്നായി എന്ന് പറയുന്ന എല്ലാത്തിൻ്റെയും കാരണക്കാരൻ ഡയറക്ടർ ആയിരിക്കും. അത് ഞാൻ എടുക്കില്ലത്, എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ ഒരു നടൻ എന്തുമാത്രം രക്ഷപ്പെടുന്ന ഒരു മോശം പെർഫോമൻസ് ഉണ്ടെന്ന് വെച്ചാൽ അതിലെവിടെയൊക്കെ നല്ല ബിറ്റ് ആൻഡ് പീസസ് ഉണ്ടെങ്കിൽ ഇത് ഡയറക്ടർ എടുക്കുന്നു, സ്പോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് കട്ട് ചെയ്ത് കളയും. സ്പോട്ട് കഴിഞ്ഞ് ഇത് എഡിറ്ററിനോട് എത്തുമ്പോൾ പുള്ളി ഇത് സേവ് ചെയ്യും, കുറെ ആവശ്യമില്ലാത്തതും ഇപ്പുറത്ത്. ഇപ്പം എൻ്റെ ഒരു സീക്വൻസിലുള്ള മോശമാണെങ്കിൽ അപ്പുറത്തെ ഫേസ് കാണിച്ചപ്പോൾ അപ്പോൾ കുറച്ച് അങ്ങനെ സേവ് ചെയ്യും. ഡബ്ബിങ് സമയത്ത് ഇത് എലിവേറ്റ് ചെയ്യും. അപ്പോൾ സൗണ്ട് എഞ്ചിനീയർ ഇതിനകത്ത് കുറേ പരിപാടി ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരു നടൻ വരുന്നത്, നടനായിട്ടൊന്നും ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡബ് ചെയ്യാറുണ്ടോ? അതെ, എല്ലാം ഞാൻ അപ്പം അതിനു വേണ്ടിയിട്ട് വോയിസ് മോഡുലേഷനൊക്കെ പ്രത്യേകമായി ട്രെയിനിങ് എടുക്കാറുണ്ടോ? എനിക്ക് അത് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് തോന്നിയിട്ട് ഞാനൊരു ട്രെയിനിങ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത്, എൻ്റെ നാട് ട്രിവാൻഡ്രം. അപ്പം അവിടെ തമ്പി സാർ എന്ന് പറഞ്ഞൊരു സാറിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ കുറച്ച് ആൾ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തു എന്ന് എനിക്കറിയില്ല, പക്ഷെ കുറെ ഒരു ടെക്നിക്സ് നമുക്ക് പഠിക്കാൻ പറ്റും. ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മൾ പ്രാക്ടീസാണ്, തിയറി ഇല്ല. ഇങ്ങനെ ഡബ് ചെയ്യാം, ഇങ്ങനെ അഭിനയിക്കാം എന്നില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യാം, ഓൺ ഡെയിലി ബേസിസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ശരിയാവും. അപ്പം പ്രാക്ടീസ് ചെയ്യാറുണ്ട്.
പ്രാക്ടീസ് ചെയ്ത് എങ്ങനെയും ബെറ്ററായി വരുന്ന എന്നുള്ളൂ. എപ്പോഴും ഒന്നും ആയിട്ടില്ല, ഇനിയും ചെയ്യാനുണ്ട്. എക്കോ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്തായിരുന്നു ആ ടീമിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തത്? എന്തായിരുന്നു ഒരു പുതിയ കാര്യം പഠിച്ചത്? ഈ എക്കോ എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് കുറച്ചുകൂടി ഒരു ടെക്നീഷ്യൻ എന്ന് പറഞ്ഞൊരു സ്പേസ് തന്നിട്ടുണ്ടായിരുന്നു. അതായത് ബീങ് ഓൺലി ആക്ടർ എന്നുള്ള അല്ലാതെ ഈ കഥ ആദ്യം വായിക്കാനും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും ഇതിൻ്റെ എല്ലാ പല അതായത് ബാഹുൽജി ആണെങ്കിലും ഈ പറഞ്ഞ പല പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാനും നമുക്ക് ഡിസ്കസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്പേസ് തന്നിട്ടുണ്ടായിരുന്നു. അതൊരു ഭയങ്കര വലിയ കാര്യമായിരുന്നു. ബീങ് എൻ ആക്ടർ ഇമ്പ്രൂവ് ചെയ്യാനും ബീങ് എ ടെക്നീഷ്യൻ ഓൾസോ ഇമ്പ്രൂവ് ചെയ്യാനും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ആക്ടറിന് അപ്പുറത്തേക്ക് സിനിമയിൽ വേറെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ഒന്ന് കൈവച്ച് നോക്കണം എന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട്? രഞ്ജിത്ത് പറഞ്ഞിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടോ ഒക്കെ ഒന്ന് ആളുകളോട് ചോദിച്ചിട്ടുണ്ട് എന്ന്. അപ്പം അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു മേഖലയിലേക്കും കൂടി ഒന്ന് കൈവെക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ട്. റൈറ്റിംഗ് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല, എനിക്ക് എത്ര സ്കില്ലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ട്രൈ ഔട്ട് ചെയ്യാം. ചെയ്തിട്ടുണ്ടോ? ഞാൻ ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തിട്ടുണ്ട്, അത് കുഴപ്പമില്ലാതെ പോയിട്ടുണ്ടായി. പിന്നെ അല്ലാതെ എഴുതി നോക്കിയിട്ടുണ്ട്, ചിലത് വർക്ക് ആയിട്ടുണ്ട്, ചിലത് വർക്ക് ആയിട്ടില്ല. അപ്പം ആ സ്റ്റിൽ പ്രോസസ്സിലാണ് ഞാൻ. ഡയറക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംടൈംസ് നടക്കാം എന്നുള്ളത്. കാരണം എനിക്കത് അത് ഡയറക്ടർ എന്ന് പറയുന്ന ഉണ്ടാകുന്നത് ഒരു ഭയങ്കര പ്രഷറാണ്. അത് ബീങ് എൻ ആക്ടർ അല്ല, അത് ആക്ടർ ഭയങ്കര സേഫാണ്. ആക്ടറിന് അത്രയും പ്രഷറൊന്നുമില്ല. ഓൺ ഡേ ടു ഡേ ആക്ടിങ് കഴിഞ്ഞങ്ങ് പോയാൽ മതി. ഡയറക്ടർ എന്ന് പറയുമ്പം കംപ്ലീറ്റ് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പാണ്. അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്. ബീങ് ക്രിയേറ്റീവ് അല്ലാതെ ഒരു ലക്ഷക്കണക്കിന് കാര്യങ്ങൾ അപ്പുറത്ത് ഒരു പ്രൊഡക്ഷനുമായിട്ട് ഡീൽ ചെയ്യാനുണ്ട്, ഇതിൻ്റെ ഔട്ട്പുട്ട് ഡെലിവർ ചെയ്യാനുണ്ട്, റിലീസിൻ്റെ പ്രഷർ ഉണ്ടാവും. ഒരു പടം നമ്മൾ ഡയറക്റ്റ് ചെയ്യുവാണെങ്കിൽ ഒരു 10 വയസ്സ് കൂടും. അത്ര ടെൻഷനായിരിക്കും. ഭയങ്കര പണിയാണത്. ഭാവിയിൽ ഒരു ഡയറക്ടറുടെ മുന്നിലാണ് ഞാനിപ്പോ ഇരുന്ന് സംസാരിക്കുന്നത് എന്ന് എനിക്ക് ചിന്തിച്ചാലോ? അയ്യോ, അല്ല അങ്ങനെ നമ്മളത് എനിക്ക് അങ്ങനെ ഇപ്പോൾ ഒരു പ്ലാൻ ഒന്നുമില്ല. പക്ഷെ അത് നല്ലൊരു സാധനം വരിക, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യാം. എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു സിനിമ എനിക്ക് ഡയറക്ട് ചെയ്യണം എന്നുള്ളത്? അത് ഏത് ടൈപ്പ് കഥയായിരിക്കും? സൂതുകാവും എന്ന് പറഞ്ഞ തമിഴ് സിനിമ കണ്ടിട്ടുണ്ടോ? നടുവിൽ കൊഞ്ചം പക്കത്തെ കാണാം. ഓക്കെ, ഇങ്ങനത്തെ ഈ രണ്ട് പടം ആണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള. എനിക്ക് സൂതുകാവും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര, അത് ചെയ്യാൻ പറ്റില്ല എന്നാലും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അതെന്റെ ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആണ് സൂതുകാവ്. ഈ സെൽഫ് ലവ്, സെൽഫ് ഡൗട്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? പിന്നെ ഉണ്ട്. പിന്നെ അതില്ലെങ്കിൽ ആക്ടേഴ്സ് ഇല്ല. ഏതൊരു ആക്ടറിന്റെ അടുത്ത് ചോദിച്ചാലും ഭയങ്കരമായിട്ടുള്ള സെൽഫ് ലവ് ഉണ്ടാവും. അതില്ലെങ്കിൽ ആക്ടറിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല പല പോയിന്റുകളിൽ. എന്തില്ലെന്ന് പറഞ്ഞ ആൾക്കാരാണെങ്കിലും അയാളെ തന്നെ ഒന്ന് നോക്കും. ഒരു സെൽഫ് ലവിലൂടെ തന്നെ ആയിരിക്കും അതിൽ പോയിട്ടുണ്ടാവുക. ഡൗട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവും നമ്മളെ എല്ലാ പ്രാവശ്യവും. അതായത് ഒരു ആക്ടർ ഒരു എത്ര വലിയ ലെജൻഡ് ആണെന്ന് വെച്ചോ, ഞാൻ പറഞ്ഞ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ആണ്, ഒരിക്കലും പുറത്തു കാണുന്നില്ല. ഒരു സെറ്റിലേക്ക് പോകുമ്പം ഫസ്റ്റ് ഡേ ഭയങ്കര സെൽഫ് ഡൗട്ടിലായിരിക്കും. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ ചെയ്യുന്നത് ശരിയാവോ, കാരണം എന്നെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് വന്നിപ്പോണ്ട്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. ഇത് 2 ദിവസം എടുക്കും, അറ്റ്ലീസ്റ്റ് 1 ഡേ എടുക്കും മിനിമം. കാരണം അത്രയും പേരുമായിട്ട് സെറ്റായിട്ട് നമ്മൾ ആദ്യത്തെ ടേക്ക് കൊടുത്ത് അവർ ഓക്കെ പറയുന്നവർ. എനിക്കൊക്കെ ഫസ്റ്റ് ഓക്കെ കിട്ടുന്നവരെ ഞാൻ മുൾമുനയിലായിരിക്കും, മറ്റേ തീയിലായിരിക്കും ഇരിക്കുന്നത്. ഫസ്റ്റ് ഓക്കെ കിട്ടുന്നവരെ, കാരണം അപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ നമ്മൾ അറ്റ്ലീസ്റ്റ് ആ ക്യാരക്ടറിലേക്ക് എൻ്റർ ആയെന്ന് തോന്നുന്നു. അപ്പോൾ അത് വരും, ഡൗട്ട്, സെൽഫ് ഡൗട്ട് ഇഷ്ടം പോലെ വരും, ഉറപ്പായിട്ടും വരും. നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചതിന് ശേഷം ഈ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും വിളിച്ചിട്ട്, സിനിമാ മേഖലയിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ട് ഇത് നീ ചെയ്തത് നന്നായി, ഈ ഒരു സാധനം നന്നായി വർക്കായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഒരു പ്രൗഡ്. അല്ല, എക്കോയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കോൾസ് വന്നത്. അത് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പെർട്ടിക്കുലറായിട്ട് അങ്ങനെ അങ്ങനെ ഇല്ല, എല്ലാവരും വിളിച്ചു, കുറേ പേര് വിളിച്ചു, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം അത് തന്നെ വലിയ കാര്യമല്ലേ ശരിക്കും പറഞ്ഞാൽ. അവരൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്ത് എന്നെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല, എന്നെ വിളിച്ചിട്ട് എടാ ഇത് നന്നായി എന്ന് പറയുന്ന, അത് ഭയങ്കര ഒരു അംഗീകാരമാണ് ശരിക്കും പറഞ്ഞത്. സന്ദീപ് ഒരു സീനുണ്ടല്ലോ പരിക്ക് പറ്റുന്നത്, ആ സീനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനുള്ളിൽ പ്രത്യേകിച്ച് ഒന്നും പറ്റില്ല, നമ്മൾ കൈന്നിട്ട് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് ഇത് നന്നായി വർക്കാകും ഓഡിയൻസിന് എന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? യെസ്, പുള്ളിയാണ് എൻ്റെ അടുത്ത് ആദ്യം അത് പറയുന്നത്. അതായത് അവിടെ ആ ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞു പോയി, അപ്പോഴും പുള്ളി അത് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡബ് ചെയ്തു. പുള്ളി ഡബ് കഴിഞ്ഞിട്ട് എന്നെ ഫസ്റ്റ്
പുള്ളി ഡബ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ അവസാനം കരയുന്നൊരു പരിപാടി അതെനിക്ക് ചങ്കി കൊണ്ടുവന്ന് പറഞ്ഞു. ഇതെന്നോട് 2-3 പ്രാവശ്യം നമ്മൾ സിനിമ കാണുന്ന സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് അയ്യോ, ഭയങ്കര അതാ സീനിൽ എന്നെ ഒന്ന് രക്ഷിക്കെന്ന് പറയുന്ന ജീവന് വേണ്ടി നമ്മൾ ആ മൊമെന്റിൽ നിൽക്കുമ്പോഴേ അപ്പോഴാണ് നമുക്ക് പിയൂസിനോട് ദേഷ്യം തോന്നുക. എന്തൊരു ദുഷ്ടനാണ്. അല്ല, അത് രണ്ടുമുണ്ട്. പുള്ളിയുടെ അഭിനയം അതിനകത്തൊരു വലിയ ഫാക്ടറാണ്. പുള്ളി എന്തൊരു പുച്ഛം എന്നാണ് അതിന് പറയുക, മുഖത്ത് കാണിക്കുന്ന ആ ഭാവം. അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങളോട് തോന്നുന്ന ദേഷ്യം, പിന്നെ നമുക്ക് തിരിഞ്ഞു വരുന്നത് പിയൂസിനോട് തോന്നുന്ന അവിടെ ഒരു ബ്രില്യൻസ് ആണല്ലേ അത്. ശരിക്കും നിങ്ങളുടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു ഭയങ്കരമായിട്ട്. അത് പുള്ളി നന്നായതുകൊണ്ടാണ് ഞാൻ നന്നാവുന്നത്, അല്ലാതെ ഞാൻ നന്നായി അങ്ങനെയല്ല. പുള്ളി തരുന്നൊരു ഗിവ് ആൻഡ് ടേക്കിലായിരുന്നു അത് വർക്കായത്. പുള്ളി ഇത്രയും പരിപാടിയല്ലേ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ആ ഷോട്ട് കണ്ടപ്പം തന്നെ ഓക്കെ, ഇത് പുള്ളി ഇനി ഈ സീൻ മോശമാവരുത്, നമ്മളായിട്ട് മോശമാവരുത്, അപ്പം നമുക്ക് ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഡെഫിനറ്റ്ലി ആലോചിക്കും. നമ്മൾ 100% കൊടുക്കുക എന്നുള്ളതാണ്. അതിങ്ങനെ ആ കൊടുക്കൽ വാങ്ങൽ കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. നമുക്ക് തന്നെ ഒരു രസം തോന്നും, ഓക്കെ നമുക്കിനി ഇങ്ങനെ ചെയ്യാം. ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സായിരുന്നു. പുതിയ പ്രൊജക്ടുകൾ എന്തൊക്കെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന? ജയൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ദിലീപ് ഏട്ടൻ പ്രൊജക്റ്റാണ്. അതിന് 1 ദിവസം കഴിഞ്ഞു, ഇനി 3 ദിവസം ബാക്കി, 4 ദിവസം ബാക്കിയുണ്ട്. അതാണ്. കൂടുതൽ സിനിമകളിൽ അവസരങ്ങളൊക്കെ ലഭിച്ച് എന്താ പറയാ, മികച്ച ഒരു നടനായി മാറട്ടെ. മികച്ചൊരു നടനാണ്, കൂടുതൽ അവസരങ്ങൾ കണ്ടിട്ട് ഇനി ഞാൻ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്തൊരു ഡൗൺ ടു എർത്ത്. അല്ലല്ല, ഡൗൺ ടു എർത്തിനപ്പുറത്തേക്ക് ഇത് 1 ദിവസം കൊണ്ട് അച്ചീവ്ഡ് ആവുന്ന ഒരു സാധനമല്ല. പോളിഷ് ചെയ്ത് അടുത്ത പടം ചെയ്യുമ്പോൾ ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല, നമ്മൾ ട്രൈ ചെയ്യുമോ. അത് അങ്ങനെ ഒരു ഗ്യാരണ്ടി ഇല്ല. ഞാൻ നല്ല നടനാണ്, ഞാൻ എന്ത് നല്ലതായിട്ട് ചെയ്തു, അങ്ങനെ ഉണ്ടാവില്ല. നല്ല ടീമിനോടെ പെട്ടില്ലെങ്കിൽ പാടാ. നല്ല ടീമിനെ തിരഞ്ഞെടുക്കാൻ ഒരു ബുദ്ധി വേണം അല്ലേ? അത് എനിക്ക് ബുദ്ധിയാണോ ആ സമയത്ത് ഒരു ഇൻസ്റ്റിങ് തോട്ടാണോ എന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ ഒരു ഫ്രഷറിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ സംസാരിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ആളുടെ ഒരു വൈബും എനർജിയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കി ഇയാൾ കൊള്ളാം, വർക്കാവും. എനിക്ക് അഖിൽ അനിൽകുമാർ ഞാൻ കാണുന്ന സമയത്ത് അർച്ചനയുടെ കഥ എന്നോട് പറയാം. ദേവിക +2 ബയോളജി പോലും ഇറങ്ങിയിട്ടില്ല, എടുത്തിട്ടില്ല. പക്ഷേ ഇവൻ എന്തോ ഒരു ഭയങ്കര ഡിഫറൻ്റ് ആണ്, അടിപൊളിയാണ്, സ്കിൽഡ് ആണെന്ന് നമുക്ക് തോന്നും. അങ്ങനെ തോന്നലാണ് ഇത് വർക്കാവുന്നത്. നല്ല സിനിമകളും കൂടുതൽ അവസരങ്ങളും ഒക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളെ ഇതുപോലെ വിഷമിപ്പിക്കുകയും ദേഷ്യം പിടിപ്പിക്കുകയും ഒക്കെ ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്. Thank you so much. Yes.